യുവാക്കളിൽ പിടിമുറുക്കുന്ന ലഹരി ഉപയോഗവും വിൽപ്പനയും തടയാൻ എക്സൈസ് സംഘത്തിന്റെ പരിശോധന ശക്തം. പ്രായപൂർത്തിയാകാത്തവർ വരെ ഈ ലഹരി സംഘത്തിന്റെ വലയിൽ വീഴുന്നുണ്ടെന്നാണ് വിവരം. കഞ്ചാവ് ഉപയോഗവും വിൽപ്പനയും തടയാൻ സ്കൂൾ, പൊതുസ്ഥലങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് എക്സൈസിന്റെ അന്വേഷണം. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഒഡീഷയിൽ നിന്നെത്തിച്ച കഞ്ചാവുമായി കരിനിലത്ത് 3 യുവാക്കളെ പിടികൂടിയതാണ് അവസാനത്തെ കേസ്. 1 വർഷം മുമ്പ് വരെ കഞ്ചാവ് കൂടുതലായി എത്തിയിരുന്നത് കമ്പത്ത് നിന്നാണ്. കേരള തമിഴ്നാട് അതിർത്തിയിലെ പരിശോധന കടന്ന് കോട്ടയം ജില്ലയിൽ പ്രവേശിച്ച നിരവധി കഞ്ചാവ് കടത്തുകാർ എക്സൈസ് സംഘത്തിന്റെ വലയിലായിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശത്തേക്ക് കഞ്ചാവ് എത്തിക്കുന്നതും ഇതുവഴി തന്നെയെന്നാണ് എക്സൈസിന്റെ വിശദീകരണം. പിന്നീട് തേനി ജില്ലയിൽ പോലീസ് പരിശോധന ശക്തമാക്കിയതോടെയാണ് ഇവിടെ നിന്നുള്ള കഞ്ചാവ് കടത്ത് കുറഞ്ഞത്. ഇതര സംസ്ഥാന തൊഴിലാളികളും കഞ്ചാവ് എത്തിക്കുന്നതായാണ് വിവരം. ഇതോടൊപ്പം വൻതോതിൽ ലാഭം ലക്ഷ്യമിട്ട് MDMA കേരളത്തിലേക്ക് വിൽപ്പനക്കായി എത്തുന്നു. ഇതിനു പിന്നിൽ വലിയ മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് എക്സൈസിന് ലഭിച്ച സൂചന. ഇതോടെയാണ് സംസ്ഥാനത്ത് പരിശോധനയും ശക്തമാക്കിയത്. കേരള വിഷൻ ന്യൂസ്, കോട്ടയം.